സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ തലമുറ മാറ്റത്തിന്റെ മകുടോദാഹരണമായി എമ്പുരാൻ എന്നൊരു സിനിമ കഴിഞ്ഞ ദിവസം പ്രദർശനത്തിനെത്തി. മുരളി ഗോപി തിരക്കഥ എഴുതി നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഈ സിനിമ മലയാള സിനിമാ വ്യവസായത്തിലെ ഏറ്റവും പണച്ചെലവേറിയ സിനിമയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏകദേശം 200 കോടിക്ക് മുകളിൽ ചെലവ് കണക്കിട്ട് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലനുമാണ്. മലയാള സിനിമയുടെ മുൻകാല ചരിത്രങ്ങളെ അപേക്ഷിച്ച് കലാമേന്മയും ജനപ്രീതിയും നല്ല പാട്ടുകളുമൊന്നുമില്ലാത്ത ശുഷ്കമായ സിനിമകൾ ഇറങ്ങിയാലും ഏത് വിധത്തിലായാലും വേണ്ടിയില്ല മുടക്കുമുതലും അതിനു മുകളിൽ കുറച്ചു പണവും കയ്യാളിക്കൊണ്ട് കച്ചവടം പൂർത്തിയാക്കുവാനുള്ള വമ്പൻ പബ്ലിസിറ്റികളും വമ്പൻ ഹൈപ്പുകളും അതിരുകവിഞ്ഞ പൊലിപ്പിക്കലുകളും നടത്തുന്നത് സ്ഥിരമായിരിക്കുകയാണ്. പിന്നെ മദ്യപാനവും ലഹരികളുടെ ഉപയോഗവും പൈശാചിക ശക്തികളെ കൂട്ടുപിടിച്ച് ഇലുമിനാറ്റികൾക്ക് സ്തുതി പാടിക്കൊണ്ടും ക്രൈസ്തവീകതയെ അപമാനിച്ചുകൊണ്ടും ദേശീയതയെ ഇകഴ്ത്തിക്കൊണ്ടും സിനിമ വിജയിപ്പിക്കുവാനുള്ള നീക്കങ്ങളും പ്രചണ്ഡമായിരിക്കുകയാണ്. കോടികളുടെ ക്ലബിൽ കയറിപ്പറ്റിയെന്ന് വീമ്പളക്കി വന്ന പല സിനിമകളുടെയെല്ലാം കഥയോ പശ്ചാത്തലമോ ഒക്കെ സസൂക്ഷ്മം വിലയിരുത്തിയാൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുവാൻ കഴിയുന്നതാണ്. എമ്പുരാൻ എന്ന ഈ സിനിമയിലും ഈ കാര്യങ്ങൾ അനർത്ഥമായിരിക്കുകയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പ്രഥമ സിനിമയായ ലൂസിഫറിന്റെ 2ാം ഭാഗം എന്ന നിലയിലാണ് എമ്പുരാനെ അവതരിപ്പിച്ചത്. റിലീസിന് മുൻപേ പ്രീ ബുക്കിംഗ് ഇനത്തിൽ കോടികൾ സ്വന്തമാക്കിയ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയതോടെ മോഹൻലാലിന്റെ ആരാധകർക്കൊഴികെ മറ്റാർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. സിനിമയിൽ ഇന്ത്യൻ ദേശീയതയ്ക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും വിരുദ്ധമായി പല രംഗങ്ങളും ഉണ്ടെന്നത് തന്നെയായിരുന്നു അതിന്റെ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ BJP അനുകൂലികളും ദേശീയവാദികളും ലെഫ്റ്റ് ആൻഡ് ലിബറൽ നയങ്ങൾക്ക് ഘടകവിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുമായ ജനങ്ങളെല്ലാം അവരുടെ പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയും ആയത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുകയും വിവാദമായ രംഗങ്ങൾ അടങ്ങുന്ന സിനിമയിലെ 17ഓളം ഭാഗങ്ങൾ മുറിച്ചു കളയുകയും ചെയ്തു. ദേശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരും അതിന്റെ അനുഭാവികളുമെല്ലാം എമ്പുരാൻ എന്ന ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നത് സിനിമ തിയേറ്ററിൽ എത്തിയതിനു ശേഷമാണ്. എന്നാൽ ഈ സമയത്ത് പിശാചിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണെന്ന പോസ്റ്റോടെ പാതിരാത്രിക്ക് പൃഥ്വിരാജ് എമ്പുരാന്റെ ട്രെയിലർ ഇറക്കിയപ്പോൾ തന്നെ സിനിമയുടെ ഗൂഢലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായ ഒരു കൃത്യമായ കരുനീക്കങ്ങൾ തിരിച്ചറിഞ്ഞ ഷെക്കേന അടക്കമുള്ള മാധ്യമങ്ങൾ അത് പൊതുജനങ്ങളോട് കൃത്യമായി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. സിനിമയുടെ പ്രമോഷനായി പുറത്തിറക്കിയ ട്രെയിലറുകളിലും ടീസറുകളിലും പിശാചിനെ പ്രകീർത്തിക്കുന്നതും ദൈവപുത്രനായ ക്രിസ്തുവിനെ ഇകഴ്ത്തുന്നതുമായ റഫറൻസുകൾ തുടർമാനമായി അവതരിപ്പിക്കപ്പെട്ടത് തന്നെ സിനിമയിലൂടെ സംവിധായകൻ ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. എതിരാളികളെ തകർക്കുവാനും കരിയറിലും ജീവിതത്തിലും പുരോഗതി ഉണ്ടാകുവാനും പിശാചുമായി ഡീൽ ഉണ്ടാക്കുന്നത് അനിവാര്യമാണെന്ന മാനദണ്ഡത്തിലാണ് ചില വർഷങ്ങൾക്കപ്പുറത്ത് സാത്താന്യ ആരാധന ലോകമെങ്ങും പ്രചാരം നേടിയത്. അത്തരത്തിൽ പിശാചുമായുള്ള എന്തെങ്കിലും ഒരു ഡീലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ പൃഥ്വിരാജിന്റെ സിനിമയിലുടനീളം അത്തരം രംഗങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്ന് ഒരു വല്ലാത്ത സംശയം സിനിമാ പ്രേക്ഷകർക്ക് കലശലായി ഉണ്ടായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ആദ്യ സിനിമകളിൽ ഒന്നായിരുന്ന ക്രൈസ്തവ സന്യസ്തയെ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കുന്ന പ്രമേയവുമായി എത്തിയ സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമ, അതിൽ അയാളുടെ കഥാപാത്രത്തിന്റെ പേര് സാത്താൻ എന്നായിരുന്നു എന്നതും അന്ത്യകാലത്ത് പിശാച് എന്ന മൃഗത്തിന്റെ സംഖ്യയായി ബൈബിളിൽ വെളിപാട് 13:18 പഠിപ്പിക്കുന്നത് പോലെ 666 എന്ന സംഖ്യയായിരുന്നു ആ സിനിമയിൽ പൃഥ്വിരാജിന്റെ മാലയുടെ ലോക്കറ്റായി ഉപയോഗിച്ചത്. അതിനുശേഷം പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച ചില സിനിമകളിലെല്ലാം ഈ സാത്താന്യ സംഹിതകളും തലകീഴായി തൂക്കിയ കുരിശും നക്ഷത്രങ്ങളും നെഞ്ചിൽ കുത്തിയിറക്കിയ വാളും മനുഷ്യരുടെ തലയോട്ടികളും അടക്കമുള്ള പൈശാചിക ചിഹ്നങ്ങളുമെല്ലാം തുടർച്ചയായി കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് സത്യം. സാത്താനെ ആരാധിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്ന കഥയുമായി വന്ന ആദം ജോൺ
പൊട്ടിയ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പൃഥ്വിരാജിന്റെ കണ്ണുകളെ കൃത്യം ഇലുമിനാറ്റിയുടെ ഐ എംബ്ലത്തിന് തത്തുല്യമായി അവതരിപ്പിച്ചിരിക്കുന്ന 70 ഡേ എന്ന സിനിമ 666 6 തലതിരിച്ചിട്ട് അന്യശക്തികളുടെ കഥ പറഞ്ഞ നയൻ എന്ന സിനിമ, കൂടാതെ ജൂതന്മാരുടെ കഥയുടെ പശ്ചാത്തലത്തിൽ സാത്താൻ സേവയ്ക്ക് തുല്യമായ ആഭിചാരങ്ങളെ അവതരിപ്പിച്ച മറ്റൊരു പൃഥ്വിരാജ് സിനിമയാണ് എസ്ര. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെന്ന് പൃഥ്വിരാജ് പറഞ്ഞ എസ്രയിൽ കൊടുത്തിരിക്കുന്ന റഫറൻസുകളെല്ലാം സാത്താന്യം തന്നെയാണ്. വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭിണിയാകുന്ന കൂട്ടുകാരിയെ ഡോക്ടറുടെ അടുത്തെത്തിച്ച് അബോർഷൻ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഈശോ എന്ന നായകനെ പൃഥ്വിരാജ് അവതരിപ്പിച്ച സിനിമയാണ് അയാൾ തന്നെ സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന സിനിമ. ദുർമന്ത്രവാദവും പൈശാചികതയും പ്രമേയമായ കോൾഡ് കേസും ബൈബിൾ വചനങ്ങളെയും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും അവതരിപ്പിച്ചിട്ട് രഹസ്യ അജണ്ടകളെ വെളിപ്പെടുത്തിയ സിനിമയായിരുന്നു ഇയാളുടെ മറ്റൊരു സിനിമയായ മെമ്മറീസ്. വീണുപോയ ദൂതനായ ലൂസിഫറിനെ അഥവാ പിശാചിനെ ടൈറ്റിലിൽ അവതരിപ്പിച്ചുകൊണ്ട് ലൂസിഫർ എന്ന സിനിമ പൃഥ്വിരാജ് ചെയ്തതോടെയാണ് ഇയാളുടെ ഇലുമിനാറ്റി അനുഭവങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെട്ടത്. ആ സിനിമയിൽ മുഴുവൻ ഡിമോണിക് സിഗ്നേച്ചറിന്റെ കളികളായിരുന്നു. ലൂസിഫർ എന്ന ടൈറ്റിലിൽ എൽ എന്ന അക്ഷരം ഒഴികെയുള്ള ബാക്കി അക്ഷരങ്ങളെല്ലാം തലതിരിഞ്ഞ് കിടക്കുന്നതിനെ കുറിച്ച് പൃഥ്വിരാജിനോട് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അയാൾ പറഞ്ഞത്, നിങ്ങൾ നേരിൽ കാണുന്നതല്ല സത്യമെന്ന് ബോധിപ്പിക്കാനാണ്. അതിൽ തിരിഞ്ഞു നിൽക്കുന്ന എഫ് എന്ന ലെറ്റർ ഹീബ്രു ഭാഷയിലെ 6ാമത്തെ ലെറ്ററിന്റെ അതേ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മോൺസ്റ്റർ എന്ന സാത്താന്യ ലഹരി പാനീയത്തിൽ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതുകൂടെ ഓർക്കുമ്പോൾ ഏവരും നടുങ്ങിപ്പോകും. ലൂസിഫറിലും എമ്പുരാനിലുമുള്ള കാറിന്റെയും ജീപ്പിന്റെയും നമ്പറും സാത്താന്റെ നമ്പറായ 666 ആണെന്നത് കാണുമ്പോഴും ക്രൈസ്തവരായ നമുക്ക് ഉണ്ടാകുന്നത് നടുക്കവും ഒപ്പം ബൈബിളിന്റെ വിശ്വസനീയതയെ കുറിച്ചുള്ള സന്തോഷവും തന്നെയാണ്. ഇപ്പോൾ വിവാദമായിരിക്കുന്ന എമ്പുരാനും എല്ലാ അർത്ഥത്തിലും ലൂസിഫറിന്റെ തുടർച്ച തന്നെയാണ്. അന്ധകാരത്തിന്റെ അധിപതിക്ക് സ്തുതി പാടേണ്ടതിന് ഉണ്ടാക്കിയ സിനിമ. സിനിമയിൽ എമ്പുരാനെ എന്ന് ആരംഭിക്കുന്ന പാട്ടിന്റെ വരികൾ അത് കേൾക്കുന്നവരാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ആംഗലേയ പരിഭാഷ കേട്ടാൽ ആരും നടുങ്ങിപ്പോകും. യു ആർ ഗ്രേറ്റ്സ് വൺ ഫോർ എവറോ ഫോളൻ ഏഞ്ചൽ, ലവ് യു ടു ലൈഫ് ഫോർ എവറോ ലൂസിഫർ. ഇത്തരത്തിൽ പിശാചേ, വീണുപോയ ദൂതനെ, നിന്നെ സ്നേഹിക്കുന്നു എന്ന് ലോകമെങ്ങുമുള്ള സിനിമാ പ്രേക്ഷകരെ കൊണ്ട് പാടിക്കേണ്ടത് ആരുടെ അജണ്ടയാണെന്ന കാര്യം നമ്മൾ എല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ക്രൈസ്തവ ഭവനങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ എന്ന് പറയുന്നതിന്റെ വ്യാംഗ്യാക്ഷേപമായി തന്നെയാണ് നീളൻ കുരിശ് തല കീഴാക്കിയിട്ട് പിശാചിനെ വാഴ്ത്തുവാനും ക്രിസ്തുവിനെ ഇകഴ്ത്താനുമായി ഇതിൽ രംഗമുണ്ടാക്കിയിരിക്കുന്നത്. എമ്പുരാൻ എന്ന ടൈറ്റിലിന് മുൻപിൽ കാണുന്ന L2 എന്നത് ഫ്രട്ടേർണിറ്റി സാറ്റുമി ബ്രദർഹുഡ് ഓഫ് സാറ്റനിന്റെ ചിഹ്നം തന്നെയാണ്. ദുർമന്ത്രവാദവും സാത്താൻ സേവയും ചെയ്യുന്നവരുടെ ഇടയിൽ ശനിയെ സാത്താനീയമായി കാണുന്നവരുടെ ഗ്രൂപ്പിൽ നിന്നാണ് സാത്താനിക് ബ്രദർഹുഡിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ L2 എന്ന് എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാത്താനെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വേണ്ടി മാത്രം എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ, അതാണ് എമ്പുരാൻ. ഇലുമിനാറ്റികളോടും സാത്താൻ വർഷിപ്പേഴ്സ്, മെസാനിക് മെമ്പേഴ്സ് എന്നിവയോടും ബന്ധമുള്ളവർ എന്ത് ചെയ്താലും അതിന്റെ സിഗ്നേച്ചറുകൾ അതിൽ സന്നിവേശിപ്പിക്കണമെന്നാണ് നിയമം. അത് പൂർണ്ണമായ തോതിൽ തന്നെ സിനിമയിൽ വന്നിട്ടുമുണ്ട്. സർവശക്തനായ ദൈവത്തിന്റെ അസ്തിത്വത്തിനെതിരെ എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള പിശാച് എന്ന സാത്താനെ ഏത് തരത്തിൽ ഡെക്കറേറ്റ് ചെയ്താലും അത് ദൈവത്തിനെതിരെയുള്ള നീക്കങ്ങളായി മാറുമെന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. നിങ്ങളുടെ ശത്രുവാകുന്ന പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ ചുറ്റി നടക്കുന്നുവെന്ന് പത്രോസ് സ്ലീഹായും, ദൈവത്തിന് വിധേയരാകുവീൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവീൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളുമെന്ന് യാക്കോബ് സ്ലീഹായും, പിശാച് നുണയനും നുണയന്മാരുടെ പിതാവുമാണെന്ന് യോഹന്നാൻ അപ്പസ്തോലനും, സർപ്പം ഹവ്വായെ തന്ത്രങ്ങളാൽ ചതിച്ചതുപോലെ പിശാച് നിങ്ങളെ ചതിക്കരുതെന്ന് കോറിന്തോസിന്റെ ലേഖനത്തിലും കാണുന്നു. ഇതെല്ലാം മനുഷ്യരെ തെറ്റിച്ചു കളയാൻ വരുന്ന പിശാചിനെ കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്ന വേദപുസ്തക വാക്യങ്ങളാണ്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെയല്ലാതെ ആരെയാണ് ആശ്രയിക്കേണ്ടതെന്നും പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിയുന്ന ഇരുട്ടിന്റെ പൂവെന്നുമൊക്കെ പറയുമ്പോൾ
അന്തിമമായ ഒരു നാമമുണ്ടായിരുന്നു. ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നുവെന്നും ആ നാമം ലൂസിഫർ തന്നെയായിരുന്നുവെന്നും പിന്നെ ഡീലിസ് വിത്ത് ഡെവിൾ എന്നുമൊക്കെയാണ് എമ്പുരാൻ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയത്. പിശാചിനെ പച്ചയ്ക്ക് മഹത്വവൽക്കരിച്ചുകൊണ്ട് പുറത്തുവിട്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ക്രൈസ്തവ വിശ്വാസികളായ ഒരു വ്യക്തിക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പൃഥ്വിരാജ് സിനിമകളുടെ മറ്റൊരു വലിയ സവിശേഷത രാജ്യവിരുദ്ധവും തീവ്രവാദപരവുമായ സൂചനകൾ സിനിമയിൽ സന്നിവേശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ കുരുതി, ജനഗണമന തുടങ്ങിയ സിനിമകളിലെല്ലാം അത് വ്യക്തമായിട്ടുള്ളതാണ്. ഇപ്പോഴിതാ എമ്പുരാനിലും അത് ആവർത്തിക്കപ്പെടുന്നു. അതേക്കുറിച്ച് മാധ്യമങ്ങൾ ശക്തമായ ചർച്ചകൾ നടത്തുന്നതിനാലും അതിന്റെ പ്രതിഫലനമായി സിനിമയിൽ വീണ്ടും സെൻസറിംഗ് നടത്തിയതായും വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് അക്കാര്യങ്ങൾ ഇവിടെ വിശകലനം ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം പൃഥ്വിരാജിനോട് ചോദിക്കാതിരിക്കാനാകില്ല. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ താങ്കൾ വലിയ വായിൽ വീരവാദം അടിച്ചത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സിനിമകളിൽ താൻ അഭിനയിക്കില്ല എന്നായിരുന്നല്ലോ. എന്നിട്ട് എന്താണ് താങ്കൾ സംവിധാനം ചെയ്ത ആ എമ്പുരാൻ എന്ന സിനിമയിൽ ഗർഭിണികളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും വയർ പിളക്കുന്നതുമായ രംഗങ്ങൾ ഉൾപ്പെടുത്തിയത്? കേരളത്തിലെ സ്ത്രീ സമൂഹം ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യത്തിന് പൃഥ്വിരാജ് മറുപടി പറഞ്ഞേ മതിയാകൂ. ഒന്നുറപ്പാണ്, രാജ്യസ്നേഹികൾ എന്ന ലേബലിൽ നിന്നുകൊണ്ട് രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നത് തീവ്രവാദികളുടെ ഒരു രീതിയാണ്. പിന്നെ അത്ര തിരിച്ചറിവില്ലാത്ത സാധാരണക്കാരുടെ മുൻപിലേക്ക് പൈശാചിക അജണ്ടകൾ ഒളിപ്പിച്ചു കടത്തി അതിന് സ്വീകാര്യത ഉണ്ടാക്കുന്നത് പിശാചിന്റെയും പദ്ധതിയാണ്. എമ്പുരാൻ എന്ന സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പൈശാചികതയും മാരക തിന്മകളുമാണ്. മലയാള സിനിമ ഇപ്പോൾ പിശാചിന്റെ പിടിയിലാണ്. മദ്യവും തീവ്രവാദവും പൈശാചികതയും ലഹരി കൂത്താട്ടങ്ങളും ക്രൂരമായ കൊലപാതകങ്ങളും ക്രൈസ്തവ വിരുദ്ധതയും സാത്താൻ സേവയുമൊക്കെ പ്രമേയമായാൽ നല്ല കഥയും പാട്ടും ഒന്നും വേണമെന്നില്ല. സിനിമ കോടികൾ വാരുന്ന സൂപ്പർ ഹിറ്റുകളാകും. ഭീഷ്മപർവം, ആവേശം, രോമാഞ്ചം, ബൊഗെയ്ൻവില്ല, മഞ്ഞുമൽ ബോയ്സ്, മാർക്കോ, ലൂസിഫർ, ഇപ്പോൾ എമ്പുരാനും തുടങ്ങിയവയെല്ലാം ഉദാഹരണങ്ങൾ തന്നെ. ഇത്ര മാരകമായ പൈശാചികത വിളയാടുന്ന ഈ സമൂഹത്തിൽ നിന്ന് തലമുറകളെ ആര് രക്ഷിക്കുമെന്നത് ഓരോ മാതാപിതാക്കന്മാരുടെയും നെഞ്ചിൽ കുരുങ്ങുന്ന നിലവിളിയായി മാറിയിരിക്കുന്നു. ദൈവവചനം പോലെ പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അവന് ഇടം കൊടുക്കരുത്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.